മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ആൾക്കാരെ വിഭജിക്കാനുള്ള ശ്രമം നടത്തുന്നു, അതിനുള്ള തെളിവാണിത് എന്ന് പറഞ്ഞാണ് ജസ്റ്റിസ് NDP നമ്പൂതിരിപ്പാട് 1977 ഡിസംബർ 17 അദ്ദേഹത്തിൻ്റെ വിധിയെ തുടർന്നാണ് CH രാജിവെക്കേണ്ടി വരുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിക്ക് കോടതി വിധി കാരണം രാജിവെക്കേണ്ടി വരുന്നത്. പിറ്റേ ദിവസം പിന്നെ കെ മാണി മന്ത്രി അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരിക. പിന്നീട് സേട്ട് സാഹിബിന് അദ്ദേഹം അതിന് മുൻപാണ്, അതിനൊരു 12 ദിവസം മുമ്പ് ഡിസംബർ 7 അദ്ദേഹത്തിന് രാജി വരുന്നത്. മന്ത്രിമാരെന്ന നിലയിൽ ഇവർ പിന്നീടാണ് രാജിവെക്കുന്നത്. അപ്പം മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനായി ശ്രമങ്ങൾ നടത്തിയതായി ഹൈക്കോടതിയിലെ ജഡ്ജി NDP നമ്പൂതിരിപ്പാട് കണ്ടെത്തി. അന്ന് ചന്ദ്രിക ദിനപത്രത്തിൻ്റെ ചീഫ് എഡിറ്ററാണ് CH. അന്ന് ആ പത്രത്തിൽ വന്ന ഏതാനും റിപ്പോർട്ടുകളും ഒരു കാർട്ടൂണും ആണ് ആധാരമാക്കിയത്. CHനെ എല്ലാവർക്കും അറിയുമല്ലോ, മതേതര കേരളത്തിൻ്റെ പ്രശോഭയുള്ളൊരു മുഖമാണ് അദ്ദേഹം ഒരിക്കലും അത്തരത്തിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളല്ല. പക്ഷേ 25 കേസുകളാണ് തെരഞ്ഞെടുപ്പ് കേസുകൾ ആ സമയത്ത് കോടതി ചെന്നത്. ഈ 3 കേസുകൾ ഒഴികെ ബാക്കിയെല്ലാം വെറുതെ വിടുകയും ചെയ്തു. അപ്പോൾ അന്നേ ഇത്തരത്തിൽ ഇൻ്റർപ്രിട്ടേഷൻ കോടതി നടത്തുന്നുണ്ട്. അവരത്തരക്കാരായതുകൊണ്ടാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല. ചീഫ് എഡിറ്റർ CH അത്തരത്തിൽ ബോധപൂർവ്വം നിലപാടെടുത്തെന്ന് വിശ്വസിക്കാത്ത ആളാണ് ഞാൻ. പക്ഷേ കോടതിക്ക് കോടതിയുടേതായ കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ തെളിവുകളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്. അതാണ് പ്രശ്നം. ഇതൊക്കെ ഷാജി ഓർക്കണമെന്നേ. ഷാജിയെപ്പോലുള്ളവരൊക്കെ എന്തും വിളിച്ചു പറയുന്ന ഒരു വാചാടോപം, വാചക കസർത്ത്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വക്താവും പ്രയോക്താവുമായിട്ട് മാറുന്ന എത്ര ലീഗ് നേതാക്കളുണ്ട് ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ. എൻ്റെ അറിവിൽ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ അത്രത്തോളം പോകുന്നത്. ബാക്കിയൊക്കെ അതിനേക്കാളിലും ഗ്രേഡ് കുറഞ്ഞ നിലവാരത്തിൽ ഇത്തരം കാര്യങ്ങൾ, അപഹാസങ്ങൾ ചൊരിയാറുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറയാൻ ശ്രമിച്ചതും അതാണ്. അത് നാളെയും പറയും, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് ലീഗ് അങ്ങനെയുള്ള പാർട്ടിയാണ് എന്ന വിദൂരമായ ഒരു ലാഞ്ചന പോലും എൻ്റെ വാക്കുകൾക്ക് കൽപ്പിക്കേണ്ടതില്ല. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ട് പോലുമില്ല പറയാനായിട്ട്. അതൊരു കാര്യം. മറ്റ് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് ഇദ്ദേഹത്തിനോടാണ്, ബാലകൃഷ്ണനാണ് ചോദിക്കാനുള്ളത്. എന്താണ് താങ്കൾ പറയുന്നത്? CPIMന് വർഗീയ പ്രീണനം എന്ന് പറയുന്ന ഏത് ഭാഗത്താണെന്നുള്ള പേരാമ്പ്രയിൽ എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ വർഗീയ പ്രീണനം കൊണ്ട് TP രാമകൃഷ്ണൻ അവിടെ എന്ത് നേട്ടം ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ.